നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത അവിഭാജ്യ ഘടകമാണ് നമ്മുടെ KSRTC സർവീസുകളും ബസ്സുകളും. അപ്പോൾ കാലാകാലമായിട്ടുള്ള മാറ്റങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ KSRTC ബസ്സുകളിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പഴയ ബസ്സുകളുടെയൊക്കെ ഫോട്ടോസൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാറുണ്ട്. അത്ര അടുത്ത് നമ്മുടെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന ഒന്നാണ് KSRTC എന്ന് പറയുന്നത്. പലർക്കും KSRTCയെ ഭയങ്കരമായിട്ട് നമ്മുടെ ഈ ലാലേട്ടനെ മമ്മൂക്കയൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. KSRTCക്ക് തന്നെ നല്ലൊരു ഫാൻ ഫോളോയിങ് തന്നെയുണ്ട്. ആ ഒരു ബസ്സിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ബസ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവരുടെ ബസ്സുകളുടെ കൂട്ടത്തിൽ ആ സ്റ്റാൻഡിൽ നമ്മുടെ KSRTC അങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് ഒരു ആനച്ചന്തവും തലയെടുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറായിട്ടുണ്ട്. നമ്മൾ മലയാളികളുടെ തന്നെ ഒരു മുഖച്ഛായയായിട്ട് അവിടെ KSRTC മാറാറുമുണ്ട്. അപ്പോൾ വീണ്ടും KSRTC ബസ്സുകളുടെ മുഖച്ഛായ മാറാനായിട്ട് പോവുകയാണ്, മാറി എന്ന് തന്നെ പറയാം. പുതിയ ഡിസൈൻ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമാണ്. നമ്മുടെ സൂപ്പർ ഫാസ്റ്റിന്റെയും ഫാസ്റ്റ് പാസഞ്ചറിന്റെയും ഒക്കെ ലുക്ക് പുതിയ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് ട്രോൾസ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഡിസൈൻ നമ്മുടെ ആ ഒരു KSRTCയുടെ ആ ഒരു പഴയ ഐഡന്റിറ്റിക്ക് എവിടെയോ ഒരു കോട്ടം വരുത്തുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാവുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആനച്ചന്തം എവിടെയോ മിസ് ആകുന്ന പോലെ ഒരു ഫീൽ, ആ ഒരു ഗാംഭീര്യം കിട്ടുന്നില്ല. എന്തായാലും ഈ ഒരു ഡിസൈനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്കുക. എന്തായാലും യാത്രാ സുഖവും യാത്രാ സൗകര്യവും വർദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.